എല്ലാരും പറഞ്ഞു അർജന്റീന ഇവർക്ക് പൈസ കൊടുത്തത് അർജന്റീന കമ്മിറ്റി ടീമാണെന്ന് പറഞ്ഞു. ഇന്നത്തെ കളി കണ്ട് 3-1 അർജന്റീന ജയിച്ചു. 3-1 ഫ്രാൻസ്, പോർച്ചുഗൽ, ബ്രസീൽ ഇതിന്റെ ആളുകൾ വീട്ടിൽ പോയി ഇറങ്ങിക്കോളി. ഈ കൊല്ലത്തെ കപ്പ് അർജന്റീന എടുക്കും. ഞങ്ങളെ കളി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ കുറച്ച് അരി ഇട്ട് കൊടുക്കും, അവസാനം കൈത്തറത്ത് കൊന്നുകളയും. അതാണ് മെസ്സി. അതാണ് പുതിയ പാലത്തിന് മുൻപിലുള്ള റോഡ് ഒരു നീലക്കടലായി മാറിയിരിക്കുന്നു. ചേട്ടാ വിജയിച്ചു. തീർച്ചയായും മെസ്സിന്റെ ഒരു ഗോൾ വല്ലാതെ മിസ് ചെയ്ത്. മെസ്സിന്റെ ഒരു ഗോളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ജയിച്ചത് സന്തോഷം. ജയിച്ചാൽ പിന്നെ എന്ത് പറയാനാ, പക്ഷെ മെസ്സിന്റെ ഒരു ഗോളില്ലാതെ ഒരു മിസ്സിംഗ്. അതെ. ഇനി ഇതാ സെമിയിൽ ഇംഗ്ലണ്ടാ. സെമിയിൽ ഇംഗ്ലണ്ടാണ് എതിരാളികൾ. ആയിക്കോട്ടെ, കളി കളിച്ചാൽ ഇംഗ്ലണ്ട് പോരിടും. ഒരു പേടിയില്ല. കളി ഉറപ്പല്ലേ? അതിലൊന്നും അടിപൊളി കളി കാണാൻ വന്നോ? ആര് കപ്പുണ്ട് പറയും, ആര് കപ്പുണ്ട് പറയും, ആര് കപ്പാര കൊണ്ട് കളി കണ്ടോ? കളി കണ്ടോ? കളി കണ്ടോ? അർജന്റീന ജയിക്കോ? എങ്ങനെയുണ്ടായിരുന്നു? കണ്ട് അടിപൊളി അടിപൊളി അടിപൊളി. മെസ്സി ഗോൾ അടിക്കാത്തത് എങ്ങനെയുണ്ടായിരുന്നു? കളി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. എല്ലാം മൂന്ന് അടിപൊളി. സൂപ്പർ. മാധു അങ്ങനെയാണ്. നോക്കൂ, ഇതാ ഇപ്പോൾ ഒരുപാട് ആളുകൾ. ഇതാ എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. മെസ്സിയുടെ ഒരു ഗോൾ പ്രതീക്ഷിച്ചിരുന്നോ? മെസ്സിന്റെ കിട്ടിയ ഗോളാണ്. സ്വിറ്റ്സർലാൻഡ് കുറച്ച് നന്നായി കളിച്ചല്ലോ. കുഴപ്പമില്ലായിരുന്നു. അവര് മോശമില്ലാതെ കളിച്ചു. മെസ്സി ഇല്ലാതെ ഞങ്ങൾ തകർത്ത് കളിക്കും. അല്ല, അവസാനമാകുമ്പോഴേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ രണ്ടാമത്തെ ഗോൾ. ഞങ്ങൾ ചെക്കൻ കപ്പ് അടിച്ച് കഴിഞ്ഞില്ല, നമുക്ക് എന്ത് ടെൻഷൻ. അടുത്ത കപ്പ് ഇത്തവണ എന്തായാലും ഉണ്ടാവും. അതും അടിച്ചിരിക്കും. അങ്ങനെ തന്നെയാണ് മാധു. ഇതാ ഇവരുടെ പ്രതികരണം നോക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ പോയാൽ കാണാം ഒരുപാട് ആളുകൾ. ഇതാ ഇപ്പോൾ ഒരു വാഹനത്തിന് പുറത്ത് അർജന്റീനയുടെ കൊടിയുമായി അവരിതാ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. കളി എങ്ങനെയുണ്ടായിരുന്നു? കളി അടിപൊളി. കളി സൂപ്പർ. കളി അടിപൊളി. എല്ലാരും പറഞ്ഞു അർജന്റീന ഇവർക്ക് പൈസ കൊടുത്തത് അർജന്റീന കമ്മിറ്റി ടീമാണെന്ന് പറഞ്ഞു. ഇന്നത്തെ കളി കണ്ട് 3-1 അർജന്റീന ജയിച്ചു. 3-1 ഫ്രാൻസ്, പോർച്ചുഗൽ, ബ്രസീൽ ഇതിന്റെ ആളുകൾ വീട്ടിൽ പോയി ഇറങ്ങിക്കോളി. ഈ കൊല്ലത്തെ കപ്പ് അർജന്റീന എടുക്കും. കഴിഞ്ഞ കളി വലിയ പരാതിയൊക്കെ ഉണ്ടായിരുന്നു. പരാജയം ഉണ്ടായിരുന്നോ? ഇല്ല. പരാജയം ഞങ്ങൾ ക്വാർട്ടറിലെത്തില്ലല്ലോ. ഇപ്പൊ പരാജയമല്ല, കളി നോർമൽ കളിച്ചു. ഞങ്ങളെ കളി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ കുറച്ച് അരി ഇട്ട് കൊടുക്കും, അവസാനം കൈത്തറത്ത് കൊന്നുകളയും. അതാണ് മെസ്സി. അതാണ് അർജന്റീന എന്ന് പറഞ്ഞത്. അത് ഇവർക്ക് മനസ്സിലാകത്ത്. ഞങ്ങൾ കുഴപ്പമില്ല. ബ്രസീൽ ആരൊക്കെ ഇവിടെ ഉണ്ടോ? ബ്രസീൽ 2 കളി മുമ്പേ ചത്തുപോയി. ഇനിയിപ്പോ അവർ അടുത്തത് ഇംഗ്ലണ്ടിൽ വന്നോട്ടെ. നാട്ടിൽ കയറാൻ പറ്റൂല, ജനങ്ങൾ തച്ചു കൊല്ലുന്നു ബ്രസീലിന്റെ ആളുകളെ. സെമിയിൽ ഇംഗ്ലണ്ട് സെമി 2-3 ഒറ്റ വിഷമമുള്ളൂ. മെസ്സി ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല. അതൊരൊറ്റ വിഷമ. മാർട്ടിനസ് ഒരു പാസ് കൊടുത്തിട്ടുണ്ട്. മെസ്സിക്ക് ഒരു ലാസ്റ്റ് ഗോൾ മെസ്സിക്ക് കൊടുക്കായിരുന്നില്ല. നല്ലായിരുന്നു. ഇതടിക്കുന്നു ഉറപ്പാ. ഇംഗ്ലണ്ടിനോടുള്ള കളിയോ ചെറിയൊരു പേടി. ഇംഗ്ലണ്ടിനോടുള്ള കളി യാതൊരു സംശയം വേണ്ട. 2-0 സ്വിറ്റ്സർലാൻഡോട് തുടക്കത്തിൽ 1-0. നിങ്ങളൊരു തീരുമാനത്തിലെത്തി. 2-0 ആണ് 1-0. ഒരു പേടിയില്ലേ? നമ്മുടെ മുമ്പിൽ ആരോ നിൽക്കുന്നത് നോക്കണോ? മെസ്സിയുള്ളവർക്കുള്ള ഒരു പേടിയില്ല. വേൾഡ് കപ്പ് പുഷ്പം പോലെ മെസ്സി. വേൾഡ് കപ്പ് പുഷ്പം പോലെ എടുക്കും. പിന്നെ ഒരു തർക്കമില്ല. അടിച്ചിരിക്കും. കഷ്ടപ്പെട്ടില്ല. കപ്പ് മാധു അങ്ങനെയാണ്. ഇതാ ഇവരുടെ പ്രതികരണം കേൾക്കുക. എത്ര വലിയ ആവേശത്തിലാണ് ഇവരെന്ന് നോക്കൂ. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ റോഡ് മുഴുവൻ ആളുകളാണ്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഒരു ഗസ്സിംഗ് നടത്തിയിരുന്നു. ഞാൻ പറഞ്ഞു 2-3 അടിക്കുന്നത്. 3 അടിച്ചു. അർജന്റീന തൂക്കി. ഇനിയിപ്പോ സെമി കാണാൻ വരൂലേ? ഇൻഷാ അല്ലാഹ്. ജയിക്കൂലേ? ഉറപ്പായിട്ട് ഫൈനലിൽ എത്തൂലേ?